ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകണം. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഇങ്ങനെ വചന പഠനത്തിനായിട്ട് ചേർന്ന് വരുവാനിടയായി എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും. കഴിഞ്ഞ ആഴ്ചയിൽ ക്ലാസ്സിന് സൂമിൽ കയറി എല്ലാവരും ഈ ആഴ്ച ഉണ്ടെന്ന് വിചാരിക്കുകയാണ്. പതിവായിട്ട് വരുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച പുതുതായിട്ട് ചിലരെങ്കിലും ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. പലരും ക്ലാസിന്റെ ലിങ്ക് ചോദിച്ചിരുന്നു, അവരൊക്കെ കയറിയോ എന്നറിയില്ല. കഴിഞ്ഞ ആഴ്ചയില് മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ചാണ് നാം പഠിച്ചത്. അവനുണ്ടായ വീഴ്ചയെക്കുറിച്ചും ചില അടിസ്ഥാന സത്യങ്ങള് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ദൈവസാദൃശ്യത്തിലും ദൈവസ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതായിരിക്കുന്ന മനുഷ്യൻ ദൈവകൽപ്പന ലംഘിച്ച് വിലക്കപ്പെട്ടതായ കനി തിന്നു. അത് നിമിത്തം അവൻ പാപിയായി തീർന്നു. ആ സംഭവം നാം കഴിഞ്ഞ ആഴ്ച കണ്ടു. പാപത്തിന്റെ ശമ്പളം മരണമാകിയാൽ ദൈവത്തിൽ നിന്നും വേർപെട്ട് ദൈവത്തിന്റെ തോട്ടത്തിൽ നിന്നും മനുഷ്യൻ നിഷ്കാസിതരായി തീർന്ന കാര്യവും നാം അല്പമായിട്ട് പരാമർശിക്കുകയുണ്ടായി. ഇന്ന് മനുഷ്യ ചരിത്രത്തിന്റെ ഒരു ലഘു വിവരണമാണ് ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ ചരിത്രം എന്ന് പറയുന്നത് വേദശാസ്ത്രപരമായ കാഴ്ചപ്പാടിലുള്ള ചരിത്രമാണ്. ഒരു ആന്ത്രപ്പോളജിസ്റ്റ്, അതായത് മനുഷ്യശാസ്ത്രം പഠിക്കുന്ന ഒരാള് നൽകുന്നതായിരിക്കുന്ന ഒരു ചരിത്ര പഠനമല്ല ഇവിടെ നൽകപ്പെടുന്നത്. ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ മനുഷ്യനെ സംബന്ധിച്ച് അതിപ്രധാനമായ ചില കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തെ കൂടാതെ തൻ്റെ ജീവിതത്തിന് അർത്ഥവും ഫലവും കാണുവാനുള്ളതായിരിക്കുന്ന ഒരു തീവ്ര ശ്രമത്തിലാണ് ഇന്ന് ജീവിക്കുന്നത്. ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും നൽകുവാൻ സൃഷ്ടാവിന് മാത്രമേ കഴിയുള്ളൂ. എന്നാൽ സൃഷ്ടാവിനെ നിരാകരിച്ചുകൊണ്ട് ദൈവം എന്ന ആശയത്തെ തന്നെ മിഥ്യയായി ഗണിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന് അവന് ജീവിതത്തിൽ അർത്ഥം കാണുവാനുള്ള അന്വേഷണം ഒരു പരാജയത്തിൽ മാത്രമേ എത്തുകയുള്ളൂ. കാരണം അവന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ശരിയല്ല. നമുക്കറിയാമല്ലോ, ഏത് ഓട്ടത്തിലായാലും സ്റ്റാർട്ടിംഗ് പോയിന്റ് തെറ്റിപ്പോയാൽ അവൻ ഡിസ്ക്വാളിഫൈ ആകും. അതുപോലെയാണ് മനുഷ്യന്റെ കാര്യവും. മനുഷ്യൻ ആര്, അവന്റെ അസ്തിത്വപരമായ ലക്ഷ്യമെന്ത്, അവന്റെ അടിസ്ഥാന പ്രശ്നമെന്ത്, പ്രശ്നത്തിനുള്ള പരിഹാരമെന്ത് എന്നിങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യങ്ങളെ അവഗണിച്ചുകൊണ്ട് ജീവിതത്തിന് അർത്ഥം കാണുവാനായിട്ട് ശ്രമിക്കുന്നത് ഭോഷത്വമാണ്. ഞാൻ ആരാണ്, ഞാൻ എങ്ങനെയുണ്ടായി, ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്, ഇവിടെ നിന്ന് ഞാൻ എങ്ങോട്ട് പോകുന്നു, അവിടെ എത്തുവാനുള്ള വഴി എന്താണ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ മനുഷ്യന്റെ അസ്തിത്വത്തെ സംബന്ധിച്ച് അതിപ്രധാനമായ ചോദ്യങ്ങളാണ്. അതിന് തെറ്റായിരിക്കുന്ന ഉത്തരം മനുഷ്യൻ സ്വീകരിച്ചാൽ അവൻ ഒരിക്കലും ജീവിതത്തിന്റെ ലക്ഷ്യം നേടുവാനും സാഫല്യം നേടുവാനും കഴിയില്ല. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് മാത്രമേ മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുവാനായിട്ട് കഴിയൂ. മനുഷ്യനെ കുറിച്ച് സത്യസന്ധമായ അറിവില്ലാതെ മനുഷ്യന്റെ പ്രശ്നങ്ങളെക്കുറിച്ചോ അവയുടെ പരിഹാരത്തെക്കുറിച്ചോ ചിന്തിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എന്നാൽ ഈ സത്യങ്ങൾ ഗവേഷണം വഴി മനുഷ്യന് കണ്ടെത്തുവാനായിട്ട് കഴിയുന്നതല്ല. എത്ര വലിയ ബുദ്ധിമാനായ മനുഷ്യനായാലും, എത്ര വലിയ ലൈബ്രറിയിൽ അവൻ എത്ര വർഷങ്ങൾ എടുത്ത് ഗവേഷണം ചെയ്താലും മനുഷ്യനെ സംബന്ധിച്ച് അറിയേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ അവൻ അറിയണമെങ്കിൽ സൃഷ്ടാവ് പറഞ്ഞിട്ടുള്ളതാണ്. അതിലേക്ക് നാം വരേണ്ടത് ആവശ്യമാണ്. ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന വെളിപ്പാടിൽ നിന്നല്ലാതെ നമുക്ക് നമ്മെപ്പറ്റി അറിയുവാനായിട്ട് കഴിയുകയില്ല. വിശുദ്ധ ബൈബിൾ ആണ് ദൈവം നൽകിയതായിരിക്കുന്ന ആ വെളിപ്പാട്. ബൈബിൾ ദൈവത്തിന്റെ സത്യസന്ധവും ആധികാരികവും പര്യാപ്തവുമായ വെളിപ്പാടാണ്. അതിനെക്കുറിച്ച് നാം പിന്നീട് ഒരിക്കൽ കൂടുതൽ ചിന്തിക്കുന്നതാണ് ബൈബിളിനെ കുറിച്ച്. എന്നാൽ ഇന്ന്
ബൈബിളിൽ മനുഷ്യന്റെ ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ 4 സംഭവങ്ങളിൽ അത് ഏതാണ്ട് ഒതുക്കിയിരിക്കുന്നു എന്ന് പറയുവാനായിട്ട് കഴിയും. ഈ 4 അടിസ്ഥാന സംഭവങ്ങൾ അക്കമിട്ട് പറഞ്ഞാൽ: ഒന്നാമത് സൃഷ്ടി, രണ്ടാമത് വീഴ്ച, മൂന്നാമത് വീണ്ടെടുപ്പ്, നാലാമത് മഹത്വീകരണം. ഈ 4 വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന സത്യങ്ങളാണ് മനുഷ്യന്റെ ചരിത്രം എന്ന് പറയുന്നത്. നമുക്ക് അല്പമായിട്ട് അതേക്കുറിച്ച് വീണ്ടും ചിന്തിക്കാം. കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്. അത് നിങ്ങൾക്ക് ആവർത്തനം ഉണ്ടാക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ ദൈവം താൻ തന്നെ മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: നാം നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിന്മേലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും ഭൂമിയിലുള്ള ജന്തുക്കളിന്മേലും ഭൂമിയിൽ ഇഴയുന്ന ഇഴജാതികളിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു. മനുഷ്യൻ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ്. ദൈവത്തിന്റെ മഹത്വപൂർണമായ സൃഷ്ടിയാണ് മനുഷ്യൻ. അവന്റെ സൃഷ്ടിപരമായ മഹത്വത്തെ കാണിക്കുന്ന നിരവധി സത്യങ്ങളുണ്ട്. ഒന്നാമത്, വ്യക്തമായ രൂപകൽപ്പനയോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ, സ്വരൂപത്തിൽ എന്ന് പറയുമ്പോൾ ആ രൂപകൽപ്പനയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ദൈവത്തിന്റെ മനസ്സിൽ മനുഷ്യനെ സംബന്ധിച്ച് വ്യക്തമായിരിക്കുന്ന ഒരു രൂപകൽപ്പന ഉണ്ടായിരുന്നു. അതിൻ പ്രകാരമാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. രണ്ടാമത്, വ്യക്തമായിരിക്കുന്ന ഉദ്ദേശത്തോടുകൂടെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നാം വായിച്ച വേദഭാഗത്ത് ദൈവത്തിന്റെ സൃഷ്ടിയുടെ മേൽ ആധിപത്യം ഉണ്ടായിരിക്കുക, സകലത്തെ കീഴടക്കി വാഴുക എന്നിങ്ങനെയുള്ളതായിരിക്കുന്ന ഉദ്ദേശങ്ങൾ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിനുണ്ടായിരുന്നു. മൂന്നാമത്, ദൈവത്തിന്റെ സാദൃശ്യമെന്നും ദൈവത്തിന്റെ സ്വരൂപമെന്നുമുള്ള വാക്കുകൾ മനുഷ്യന്റെ സൃഷ്ടിയുടെ മഹത്വത്തെ കാണിക്കുന്ന പ്രയോഗങ്ങളാണ്. നാലാമത്, ദൈവം ഒരു വ്യക്തിയാണ്. മനുഷ്യനെ സൃഷ്ടിച്ചതും വ്യക്തിയായിട്ടാണ്. വ്യക്തിത്വത്തിന്റെ പ്രത്യേകതകളായ സ്വയാബോധവും സ്വയാനിർണയശേഷിയും ബുദ്ധിയും വികാരവും ഇച്ഛാശക്തിയും ഭാഷയും ആശയവിനിമയ ശേഷിയും വിശകലന പാഠവും ഒക്കെ ദൈവം മനുഷ്യനെ നൽകി. ഇതര ജന്തുക്കൾക്ക് ഇവയൊന്നുമില്ല. അവരുടെ നിലനിൽപ്പിന് ആവശ്യമായിരിക്കുന്ന ജന്മവാസനയല്ലാതെ അവർക്ക് മറ്റൊന്നും നൽകിയിട്ടില്ല. ലോജിക്കൽ തിങ്കിങ്, താത്വികമായി കാര്യകാരണ സഹിതം ചിന്തിച്ച് ആലോചിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള കഴിവ് ഒരു ജന്തുവിനുമില്ല. അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. സകലത്തെയും കീഴടക്കി വാഴുവാനുള്ള മനുഷ്യന്റെ കഴിവിന് ആധാരം അവന് ദൈവം സൃഷ്ടിക്കാൻ നൽകിയതായിരിക്കുന്ന ദൈവത്തിന്റെ സ്വരൂപം, ദൈവത്തിന്റെ വ്യക്തിത്വമാണ്. ദൈവത്തിനുള്ള വ്യക്തിത്വത്തിന് സമാനമായ ഒരു വ്യക്തിത്വമാണ്. വ്യക്തിത്വത്തോടുകൂടി ആത്മാവുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത്. ആത്മാവിന്റെ പ്രത്യേകതകളായ ദൈവബോധവും ധാർമ്മിക ബോധവും മനസാക്ഷിയും വിവേചന കഴിവും അമർത്യതയും മനുഷ്യന്റെ പ്രത്യേകതകളാണ്. അവയൊന്നും ജന്തുക്കൾക്കില്ല. മനുഷ്യനെ കുറിച്ച് പറയാവുന്ന ഏറ്റവും വലിയ സത്യം അവന് ദൈവബോധമുണ്ട് എന്നുള്ളതാണ്. ആ ദൈവബോധം ദൈവം സൃഷ്ടിയെങ്കിൽ മനുഷ്യന് നൽകിയിട്ടുള്ളതാണ്. ഇക്കാരണത്താലാണ് ദൈവത്തെ മനുഷ്യൻ ആരാധിക്കുന്നത്. മനുഷ്യനൊഴികെ യാതൊരു ജീവിയും ദൈവത്തെ ആരാധിക്കുന്നില്ല. ദൈവത്തെ അറിയുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ ആസ്വദിക്കുക, ദൈവത്തെ അനുസരിക്കുക എന്നീ അതിപ്രധാനങ്ങളായിരിക്കുന്ന ദൗത്യങ്ങൾ മനുഷ്യന് ദൈവം നൽകിയിട്ടുണ്ട്. ഏത് പ്രാകൃത പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന മനുഷ്യനായാലും അവന് ഒരു ദൈവസങ്കല്പം തീർച്ചയായിട്ടുമുണ്ട്. എന്നാൽ യാതൊരു ജീവിക്കും, ജന്തുവിനും ദൈവസങ്കല്പമില്ല. ഗുഹകളിലൊക്കെ വസിക്കുന്നതായിരിക്കുന്ന, വനാന്തരങ്ങളിൽ വസിക്കുന്ന മനുഷ്യനും ആ ഗുഹയുടെ ഭിത്തിമേൽ ദൈവസങ്കല്പം കാണിക്കുന്നതായിരിക്കുന്ന ചിത്രങ്ങളും ആരാധനാ രൂപങ്ങളും ഒക്കെ അവൻ വരച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ ഏതൊരു ജീവിക്കുന്നതായിരിക്കുന്ന ആ ഗുഹയിൽ നിങ്ങൾ കയറി നോക്കിയാൽ ദൈവസങ്കല്പം കാണിക്കുന്നതായിരിക്കുന്ന യാതൊന്നും അവിടെ ഉണ്ടായിരിക്കുകയില്ല. കാരണം ജന്തുക്കൾക്ക് അങ്ങനെ ഒരു ദൈവസങ്കല്പം, ദൈവബോധമില്ല. വ്യക്തിത്വത്തിന്റെ ഗുണങ്ങളായ സ്വയാബോധവും സ്വയാനിർണയവും സാമൂഹ്യബോധവും മനുഷ്യനുണ്ട്. ഇപ്രകാരമുള്ള ദൈവകൽപിതങ്ങളായ ഗുണങ്ങൾ മനുഷ്യനെ ഉള്ളത് കൊണ്ടാണ് ദൈവം സൃഷ്ടിച്ച ഭൗതിക ലോകത്തെ കീഴടക്കുവാൻ ദൈവം മനുഷ്യനെ അനുവദിച്ചത്. കാരണം അതിനുള്ളതായിരിക്കുന്ന ബൗദ്ധികവും മാനസികവുമായിരിക്കുന്ന കഴിവുകൾ
ദൈവം മനുഷ്യനെ തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കുക വഴി നൽകിയിട്ടുണ്ട്. കീഴടക്കി വാഴുവാനുള്ള ദൗത്യം അതുകൊണ്ടാണ് ദൈവം അവന് നൽകിയത്. സകലത്തെയും കീഴടക്കി വാഴുക എന്ന കൽപ്പനയ്ക്ക് മനുഷ്യനെ യോഗ്യനാക്കി തീർത്തത് ദൈവകൽപിതമായിരിക്കുന്ന ദൈവ സാദൃശ്യമാണ്, ദൈവസ്വരൂപമാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത് ആത്മാവോടു കൂടെയാണെന്ന് പറഞ്ഞല്ലോ. ദൈവ മനുഷ്യന്റെ ശരീരത്തെ മണ്ണുകൊണ്ട് നിർമ്മിച്ച ശേഷം ആ മൺരൂപത്തിനുള്ളിലേക്ക് ദൈവത്തിന്റെ ശ്വാസം ദൈവം ഊതി നൽകുകയാണ് ചെയ്തത്. ഇങ്ങനെ ദൈവത്തിന്റെ ശ്വാസം പകർന്നു നൽകിയപ്പോഴാണ് മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നത്. മൂലത്തിൽ ലിവിങ് സോൾസ് എന്നാണ് ജീവനുള്ള ദേഹികൾ. അതായത് മനുഷ്യന് ജീവൻ മാത്രമല്ല, ദേഹി മാത്രമല്ല, അവൻ ആത്മാവും ദൈവം നൽകി. ജന്തുക്കൾക്ക് വാക്കാൽ കൽപ്പിച്ച് നൽകിയതായിരിക്കുന്ന ജീവൻ, അതിനെ വേണമെങ്കിൽ ആത്മാവെന്ന് പറയാം. പക്ഷെ അത് മനുഷ്യന്റെ ആത്മാവുമായി ബന്ധമുള്ളതല്ല. അമർത്യതയാകട്ടെ, അനന്തതയാകട്ടെ, നിത്യതയാകട്ടെ, ഇവയൊന്നും ജന്തുക്കൾക്കില്ല. കാരണം അവയെ വാക്കാൽ രൂപപ്പെടുത്തിയതാണ്. എന്നാൽ മനുഷ്യനിലേക്ക് ദൈവശ്വാസത്തിന്റെ പകർച്ച നൽകിയത് കൊണ്ട് മനുഷ്യനിൽ ദൈവസാദൃശ്യമുണ്ട്. ജന്തുക്കൾക്ക് അങ്ങനെയില്ല. ജന്തുക്കൾ ചാകുമ്പോൾ ശരീരത്തിൽ നിന്നും ജീവൻ വേർപെടുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചു. എന്നാൽ മനുഷ്യൻ മരിക്കുമ്പോൾ ആത്മാവ് വേർപെടുന്നു. ആത്മാവില്ലാത്ത മനുഷ്യ ശരീരത്തെ ശവം എന്നാണ് നാം വിളിക്കുന്നത്. എന്നാൽ ഒരു ജന്തു മരിക്കുമ്പോൾ, ചാകുമ്പോൾ, മരിക്കുക എന്ന് പറയില്ല, ചാകുമ്പോൾ അതിന്റെ ജീവൻ അതിന്റെ ശരീരത്തിൽ നിന്ന് പോകുന്നു. അവശേഷിക്കുന്നതിനെ നാം ജന്തുവായിട്ട് തന്നെയാണ്. കൊല്ലപ്പെട്ട ആടിന്റെ ശരീരത്തെ നമ്മൾ ശവം എന്ന് വിളിക്കുകയില്ല, ആടൻ തന്നെയാണ് വിളിക്കുന്നത്. ചത്ത മീനെ മീനം തന്നെയാണ് വിളിക്കുന്നത്. കാരണം ഈ ജന്തുക്കൾക്ക് ആത്മാവില്ലാത്തത് കൊണ്ട് അവയ്ക്ക് മൂല്യം നൽകുന്നത് അവരുടെ ശരീരമാണ്. എത്ര കിലോ തൂക്കമുണ്ട്, ഭാരമുണ്ട് എന്ന് നോക്കിയാണ് മൃഗങ്ങൾക്ക് വില നിശ്ചയിക്കുന്നത്, മത്സ്യത്തിന് വില നിശ്ചയിക്കുന്നത്. എന്നാൽ മനുഷ്യന്റെ തൂക്കവും വലിപ്പവും നോക്കിയല്ല മനുഷ്യന് വില നിശ്ചയിക്കുന്നത്. കാരണം മനുഷ്യന് ദൈവ സാദൃശ്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ ദൈവസാദൃശ്യമാണ് മനുഷ്യനെ മഹത്വവാനാക്കി തീർക്കുന്നത്. എത്ര ഉത്കൃഷ്ടമായാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഒരിക്കലും നശിക്കുന്നവനല്ല. അല്പകാലത്തേക്ക് ശരീരവും ആത്മാവും തമ്മിൽ വേർപെടുന്നു. എന്നാൽ ദൈവിക പരിപാടി അനുസരിച്ച് ശരീരവും ആത്മാവും വീണ്ടും സംയോജിക്കുകയും മനുഷ്യൻ വീണ്ടും ജീവനുള്ളവനായി തീരുകയും ചെയ്യും. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ഒന്നാമത്തെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ടമായിരിക്കുന്ന അത് സൃഷ്ടിയുടെ ചരിത്രമാണ്. ഇത് അവഗണിച്ചുകൊണ്ട് ഇന്ന് പരിണാമവാദികളും അതുപോലെ നിരീശ്വരവാദികളും ഒക്കെ ലോകത്തുണ്ട്. മനുഷ്യന് സൃഷ്ടിക്കപ്പെട്ടവനല്ല, പരിണമിച്ചുണ്ടായവനാണ്. അവൻ അഭൗതിക വസ്തുക്കളിൽ നിന്നും ഭൗതിക വസ്തുക്കളിൽ നിന്നും പരിണമിച്ച് ഉണ്ടായവനാണ്. ചെറിയ ചെറിയ ജീവികളിൽ നിന്നും പരിണമിച്ച് ഉണ്ടായവനാണ് എന്നൊക്കെ പറയും. എന്നാൽ അത് ഒരു ഭോഷത്വമാണ്. കാരണം എത്ര പ്രായം കൂടി മനുഷ്യനായാലും അവന്റെ ജീവിതത്തിൽ ഒരു ചെറിയ ജന്തു പോലും, ഒരു ചെറിയ ജീവി പോലും പരിണമിച്ചുണ്ടാകുന്നത് കണ്ടിട്ടില്ല, ഒട്ട് കാണുകയുമില്ല. കാരണം അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. മനുഷ്യന്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ പ്രധാന വാക്ക് നമ്മൾ പറയുകയുണ്ടായി, വീഴ്ച അഥവാ പാപം എന്നുള്ളതാണ്. മനുഷ്യന്റെ വീഴ്ചയെക്കുറിച്ച് വ്യക്തവും സത്യസന്ധവുമായി പറയുന്നത് വിശുദ്ധ ബൈബിളിൽ മാത്രമാണ്. മറ്റുള്ളതായിരിക്കുന്ന ഒരു മതഗ്രന്ഥത്തിലും മനുഷ്യൻ എങ്ങനെയാണ് പാപിയായി തീർന്നത് എന്ന് വിവരിക്കുന്നില്ല. നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ അറിയാം. അവിടെയൊക്കെ മനുഷ്യൻ പാപിയാണ് എന്ന ഒരു അസംഷൻ, അനുമാനത്തിൽ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ബൈബിൾ മാത്രമേ ഉള്ളൂ മനുഷ്യൻ എങ്ങനെയാണ് പാപിയായി തീർന്നത് എന്ന് വ്യക്തമായി പറയുന്നത്. മനനം ചെയ്യുവാൻ കഴിവുള്ളവനാണല്ലോ മനുഷ്യൻ. അതുകൊണ്ടാണ് അവനെ മനുഷ്യൻ എന്ന് പറയുന്നത്. സ്വയാവബോധത്തോടെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് സത്യത്തെക്കുറിച്ച് അറിയുവാനുള്ളതായിരിക്കുന്ന ബോധം ദൈവം നൽകിയിട്ടുണ്ട്. മനുഷ്യനുള്ള അതിപ്രധാന പ്രത്യേകതകൾ ഒന്ന് സ്വയം നിർണയശേഷി അഥവാ കഴിവാണ്. ഒരു പാവയായിട്ടല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. കാര്യങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവോട് കൂടിയാണ്. എന്നാൽ ഈ കഴിവിനെ കുറിച്ച് തെറ്റായി ഗ്രഹിച്ചിട്ടുള്ള ആളുകളുണ്ട്. കഴിവ് സമം സ്വാതന്ത്ര്യം എന്ന് ചിലർ പറയാറുണ്ട്. അത് വളരെ തെറ്റായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വതന്ത്രനായിട്ടല്ല, കഴിവുള്ളവനായിട്ടാണ്. ഒരു മനുഷ്യനെ തന്റെ കയ്യിലിരിക്കുന്ന കത്തി കൊണ്ട് പലതും ചെയ്യുവാനുള്ള കഴിവുണ്ട്. ഒരാളെ കുത്തിക്കൊല്ലുവാനുള്ള കഴിവുണ്ട്. ഒരു സർജന് തന്റെ കയ്യിലെ കത്തി കൊണ്ട് ഒരു രോഗിയുടെ രോഗശമനം വരുത്തുവാനുള്ളതായിരിക്കുന്ന കഴിവുണ്ട്. എന്നാൽ കൊല്ലുവാനുള്ള സ്വാതന്ത്ര്യം ഒരിക്കലും സർജനില്ല. കഴിവിനെ നിയമാനുസരണം ഉപയോഗിക്കുന്നതിനുള്ളതായിരിക്കുന്ന അവസരം, അതിനാണല്ലോ നാം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ദൈവ മനുഷ്യനെ സൃഷ്ടിച്ച നാളിൽ അവനോട് പറഞ്ഞത്,
തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് തിന്നാം, ഇഷ്ടം പോലെ തിന്നാം എന്നാണ്. അത് സ്വാതന്ത്ര്യമാണ്, ഇഷ്ടം പോലെ തിന്നാമെന്ന് പറയുന്നത്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന നന്മ തിന്മകളുടെ വൃക്ഷത്തെ കുറിച്ച് പറഞ്ഞത് നിനക്ക് ഇഷ്ടം പോലെ അതിന്റെ പഴം തിന്നാമെന്നല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ മനുഷ്യൻ സ്വതന്ത്രനായിരുന്നു. പിന്നെയോ അവനോട് പറഞ്ഞത് എന്താണ്? നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നാണ്. തിന്നരുത് എന്നുള്ളതൊരു വിലക്കാണ്, സ്വാതന്ത്ര്യമല്ല. അവിടെയുള്ള സ്വാതന്ത്ര്യം തിന്നാതിരിക്കുവാൻ മാത്രമാണ്. എന്നാൽ ആദംഹവ്വ എന്താണ് ചെയ്തത്? അവർക്ക് ദൈവം നൽകിയ കഴിവിനെ അവർ ദൈവത്തിന്റെ ഇഷ്ടത്തിനെതിരെ ഉപയോഗിച്ചു. വിലക്കിനെ വകവെക്കാതെ അത് ലംഘിച്ചു. തിന്നരുതെന്ന് ദൈവം വിലക്കിയ പഴം പറിച്ചു തിന്നു. ഇത് കൽപ്പനാ ലംഘനമാണ്. ഇതിനെ ദൈവം പാപം, ലംഘനം, അതിക്രമം എന്നൊക്കെയാണ് ദൈവം വിളിക്കുന്നത്. അതുകൊണ്ട് സൃഷ്ടിച്ച നാളിൽ ആദം ഇങ്ങനെ സ്വതന്ത്രനായി സൃഷ്ടിക്കപ്പെട്ടു, അവൻ ഇഷ്ടമുള്ളത് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് അവൻ പഴം പറിച്ചു തിന്നപ്പോൾ അത് അവന്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്, ദൈവം അതിനെ മാനിക്കണമെന്ന്. പക്ഷെ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ദൈവം മനുഷ്യൻ കൊടുത്തിരുന്നില്ല. അല്ലെങ്കിൽ ദൈവം പറയും, ഈ തോട്ടത്തിൽ അനേക വൃക്ഷങ്ങളുണ്ട്, ഏത് വൃക്ഷത്തിന്റെ പഴം വേണമെങ്കിൽ നിനക്ക് തിന്നാം, നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ പഴവും നിനക്ക് വേണമെങ്കിൽ തിന്നാം. അങ്ങനെയല്ല പറഞ്ഞത്. ഈ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും പഴം തിന്നാം, പക്ഷേ ഒരു വൃക്ഷത്തിന്റെ പഴം, അതായത് നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ പഴം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും. അപ്പൊ വിലക്കുള്ളവനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്ത് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് കൊടുത്തിരുന്നില്ല. എന്തുകൊണ്ട് ആദാം തന്റെ ദൈവദത്തമായ കഴിവിനെ തെറ്റായി ഉപയോഗിച്ചു എന്നറിയുന്നത് ഒരുപക്ഷെ നല്ലതാണ്, രസകരമായിരിക്കും. പക്ഷെ അതിനുള്ളതായിരിക്കുന്ന ശരി ഉത്തരം ഒരുപക്ഷെ ആദമിന് മാത്രമേ നൽകുവാൻ കഴിയൂ. എന്നാൽ ആദാമി സന്തതികളായ നമുക്ക് നമ്മുടെ വലിയ പിതാവിന്റെ ന്യായം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നന്മതിന്മകളുടെ വൃക്ഷഫലത്തെ കുറിച്ച് സൃഷ്ടാവ് നൽകിയ വ്യാഖ്യാനം ആത്യന്തികവും ആധികാരികവുമായിരുന്നു. തിന്നുന്ന നാളിൽ നീ മരിക്കും. അതിൽ സംശയിക്കുവാൻ യാതൊന്നുമില്ല, അവ്യക്തതയൊന്നും ഉണ്ടായിരുന്നില്ല. അത് മനസ്സിലാക്കുവാനുള്ള ബൗദ്ധിക ശക്തി ദൈവം ആദമിന് നൽകിയിരുന്നു. അപ്പോ നീ മരിക്കുമെന്നുള്ള ദൈവീയ വ്യാഖ്യാനത്തെ ചോദ്യം ചെയ്യുന്ന സാത്താൻ അത് കൊടുത്ത വേറൊരു വ്യാഖ്യാനം, തിന്നാൽ നീ മരിക്കയില്ല, അതിന് പകരം നീ ദൈവത്തെ പോലെ ആകും എന്നാണ്. അപ്പൊ മനുഷ്യന്റെ മുൻപിൽ രണ്ട് വ്യാഖ്യാനങ്ങളുണ്ട്. സൃഷ്ടാവായ ദൈവത്തിന്റെ വ്യാഖ്യാനം തിന്നുന്ന നാളിൽ മരിക്കും, സൃഷ്ടിയായ സാത്താന്റെ വ്യാഖ്യാനം തിന്നുന്ന നാളിൽ മരിക്കയില്ല, അതിന് പകരം നീ ദൈവത്തെ പോലെ ആകും. ആദം ഏതാണ് തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത്? സൃഷ്ടാവ് സൃഷ്ടിച്ച മരത്തിന്റെ ഫലത്തെക്കുറിച്ച് പറയുന്നത് വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതല്ലേ സാമാന്യ ബുദ്ധി എന്ന് പറയുന്നത്. കാരണം സൃഷ്ടാവിനേക്കാൾ ആ സൃഷ്ടിയെക്കുറിച്ച് അറിയാവുന്നത് ആർക്കാണ്? മരം സൃഷ്ടിച്ച ദൈവം മരത്തിന്റെ ഫലത്തെക്കുറിച്ച് പറഞ്ഞതിനേക്കാൾ ആധികാരികമായി പറയുവാൻ ആർക്കാണ് കഴിയുന്നത്? എന്നാൽ സാത്താൻ പിശാചിൽ കൂടെയോ പിശാചിന്റെ രൂപത്തിലോ ആ മനുഷ്യന്റെ അടുക്കൽ വരികയും ആ വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ നീ മരിക്കുകയില്ല, അതിന് പകരം നീ ദൈവത്തെ പോലെ ആയിത്തീരും എന്നുള്ള ഒരു വ്യാഖ്യാനം കൊടുക്കുകയും ചെയ്തു. ഈ പ്രസ്താവന മനുഷ്യനെ കേൾക്കുകയും മനുഷ്യന് തീരുമാനം എടുക്കുകയും ചെയ്തു. അവനെ വളരെ ലളിതമായിട്ട് പറയാം, നോക്കൂ സാത്താനെ, അല്ലെ പാമ്പ്, ഈ വൃക്ഷം സൃഷ്ടിച്ച ദൈവമാണ്, അതിന്റെ പഴം ഉണ്ടാക്കിയ ദൈവമാണ്, ആ ഫലത്തെക്കുറിച്ച് ആധികാരികമായി അറിയാവുന്ന ദൈവത്തിന് മാത്രമാണ്. അതുകൊണ്ട് ദൈവം ആ പഴത്തെക്കുറിച്ച് പറഞ്ഞു, തിന്നരുത്, തിന്നുന്ന ആളിൽ മരിക്കുമെന്ന്. നീ ഒരു സൃഷ്ടി മാത്രമാണ്. ദൈവം പറഞ്ഞതിന് വിരുദ്ധമായി നീ ഒരു അഭിപ്രായം പറയുമ്പോൾ അതൊരു സൃഷ്ടിയുടെ അഭിപ്രായമാണ്. സൃഷ്ടാവിന്റെ അഭിപ്രായത്തെക്കാൾ മെച്ചമാവില്ലല്ലോ സൃഷ്ടിയുടെ അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പൊ ആദംമാർക്ക് തള്ളിക്കളയുവാനുള്ള എല്ലാ ന്യായവും ഉണ്ടായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. അവരുടെ പ്രവർത്തിക്ക് പിന്നിൽ ഗൗരവമേറിയ 4 പ്രമാദങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നത് അവർ ദൈവത്തെ അവിശ്വസിച്ചു. മരിക്കുമെന്ന ദൈവത്തിന്റെ പ്രസ്താവന സത്യമല്ല എന്നവർ തീർച്ചയാക്കി സാത്താൻ പറയുന്നതാണ് ശരി എന്നവർ നിശ്ചയിച്ചു. രണ്ടാമത്, ദൈവത്തോടെ അവർ അനുസരണക്കേട് കാണിച്ചു. തിന്നരുതെന്നുള്ള കൽപ്പനയെ നിരാകരിച്ചിട്ട് അവരത് തിന്നു. മൂന്നാമത്, ദൈവം നൽകിയ കഴിവിനെ ദൈവത്തിന്റെ ഹിതമല്ലാത്ത പ്രവൃത്തിക്കായിട്ട് അവർ ഉപയോഗിച്ചു. തിന്നാനും തിന്നാതിരിക്കുവാനും കഴിവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ദൈവം ആഗ്രഹിച്ചത് അവർക്കുള്ള ആ കഴിവിനെ ദൈവം കൽപ്പിച്ചതായിരിക്കുന്ന ആ കൽപ്പന അനുസരിക്കുവാനായിട്ട് ഉപയോഗിക്കണമെന്നാണ്. പക്ഷെ അതിന് പകരം ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിക്കാതിരിക്കുവാനാണ് കഴിവ് അവർ ഉപയോഗിച്ചത്. നാലാമത്, സ്ഥാനവും സ്വാധീനവും തിന്മയ്ക്കായിട്ട് ഉപയോഗിച്ചു. തക്ക തുണയായിരിക്കുവാൻ സൃഷ്ടിക്കപ്പെട്ടതായിരിക്കുന്ന ഹവ്വ തന്റെ സ്ഥാനത്തെ ദുരുപയോഗം ചെയ്തു.
തക്ക തുണയായിരിക്കേണ്ട ആള് തക്ക തുണയല്ല, വാസ്തവത്തിൽ പാപം ചെയ്യുവാനുള്ള സ്വാധീനക്കാരിയായിട്ടാണ് ഉപയോഗിച്ചത്. ഭാര്യമാർക്ക് ഭർത്താക്കന്മാരുടെ മേൽ വലിയ സ്വാധീനമുണ്ട്, അത് ന്യായമായ കാര്യമാണ്. ആ സ്വാധീനം ദൈവം അനുവദിച്ചിട്ടുള്ളതാണ്. പക്ഷേ ആ സ്വാധീനത്തെ തെറ്റ് ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് ദുസ്വാധീനമായി മാറി. ഹവ്വ അതാണ് ചെയ്തത്. അപ്പൊ ഇതിന്റെ എല്ലാം ഫലമായി മനുഷ്യൻ പാപിയായി. പാപത്തിന്റെ ശമ്പളം മരണമെന്ന ന്യായവിധിയുടെ പ്രമാണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമായിട്ട് തീർന്നു. പഴം തിന്നുന്നതിന് മുൻപ് ആദമിന് അറിയാമായിരുന്നു പഴം തിന്നാൽ മരിക്കുമെന്ന്, യാതൊരു സംശയവുമില്ല. കാരണം അതുകൊണ്ടാണല്ലോ ഹവ്വ പാമ്പിനോട് പറഞ്ഞത് തിന്നുന്ന നാളിൽ മരിക്കും ദൈവം പറഞ്ഞിട്ടുണ്ട് എന്ന്. തീർച്ചയായും അവൾക്കറിയാമായിരുന്ന ഒരു കാര്യമാണ്. എന്നാൽ സാത്താൻ അവളോട് പറഞ്ഞത് ഒരു നുണയാണെങ്കിലും അത് വിശ്വസിക്കുവാനാണ് അവൾ തീരുമാനിച്ചത്. പഴം പറിച്ച് തിന്നുന്നതിന് മുൻപ് ദൈവ മനുഷ്യനെ ദൈവസാദൃശ്യത്തിലാണ് സൃഷ്ടിച്ചത് എന്ന് നാം പറഞ്ഞല്ലോ. എന്നാൽ അന്ന് ആദാമിന്റെ അറിവിന് ആധാരമായിരുന്നത് ദൈവം പറഞ്ഞ പ്രസ്താവനയാണ്. പഴം പറിച്ചു തിന്നുന്നതിന് മുൻപ് ആദാമിനെ ഒരാൾ ഇന്റർവ്യൂ ചെയ്തിട്ട് ഈ പഴം പറിച്ചു തിന്നാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ ആദം അതിന് നൽകുന്നതായിരിക്കുന്ന ഉത്തരം പഴം തിന്നുന്ന നാളിൽ മരിക്കുമെന്നാണ്. അത് നിനക്ക് എങ്ങനെ അറിയാം എന്ന് ആദാമിനോട് ചോദിച്ചാൽ ദൈവം അതെന്നോട് പറഞ്ഞു, സൃഷ്ടാവ് എന്നോട് പറഞ്ഞു, ഞാനത് വിശ്വസിക്കുന്നു. അപ്പോൾ ആദാമിന്റെ അറിവിന് ആധാരമായിരിക്കുന്നത് എന്താണ്? വിശ്വാസമാണ്. ആ വിശ്വാസം എന്ന് പറയുന്നതാകട്ടെ ദൈവം പറഞ്ഞതായിരിക്കുന്ന കാര്യത്തെ വിശ്വസിക്കുക. അങ്ങനെ ആദാമിന്റെ അറിവിന് ദൈവം ആധാരമായിരുന്നു. അങ്ങനെ ജീവിക്കണം എന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിച്ചത്. ആദാമിന്റെ ജീവിതകാലം നിത്യത മുഴുവനും ദൈവം പറയുന്ന കാര്യങ്ങളെ മുഖബലിക്കെടുത്തുകൊണ്ട് അതിന് പ്രകാരം ജീവിക്കണം. അതിനാണല്ലോ വിശ്വാസം എന്ന് പറയുന്നത്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നാണ് ദൈവത്തിന്റെ പ്രമാണം. നീതിമാനായിട്ടാണ് ദൈവം ആദാമിനെ സൃഷ്ടിച്ചത്. അവൻ വിശ്വാസത്താൽ ജീവിക്കണം എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ഇഷ്ടം. എന്നാൽ ആദം എന്താണ് ചെയ്തത്? ആദാം ദൈവത്തെ ആധാരമാക്കി കാര്യങ്ങൾ അറിയുന്നത് അത്ര നല്ല ഒരു രീതിയാണെന്ന് അവനെ ചിന്തിച്ചില്ല. ചില മക്കളെ പോലെയാണ്, ഡാഡിയോ മമ്മിയോ മാതാപിതാക്കന്മാർ പറയുന്നത് കേട്ട് അനുസരിച്ച് ജീവിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തുടരുമെന്ന് പറഞ്ഞാലും അവർ തൊടും, തീയെ പിടിക്കരുതെന്ന് പറഞ്ഞാലും അവരതേക്കുറിച്ച് പിടിക്കാൻ നോക്കും. ഇലക്ട്രിക് സ്വിച്ചുകൾ ഓൺ ചെയ്യരുത്, അതിന്റെ സോക്കറ്റിൽ വിരലിടരുത് എന്നൊക്കെ പറഞ്ഞാലും ഇടാനാണ് അവർക്ക് താല്പര്യം. കാരണം മാതാപിതാക്കളുടെ അധികാരത്തിന് കീഴായി ഇരുന്നു കൊണ്ട് മാതാപിതാക്കളുടെ ഇഷ്ടം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു ശൈലി അവർക്ക് ഇഷ്ടമല്ല. അത് ആദം ആരംഭിച്ചതാണ്. ദൈവം പറയുന്ന അതേപടി വിശ്വസിച്ചുകൊണ്ട് തിന്നരുതെന്ന് പറഞ്ഞാൽ തിന്നാതിരിക്കുക, ആ ഒരു ശൈലി അവന് ഇഷ്ടപ്പെട്ടില്ല. കാരണം ദൈവത്തെ ആധാരമാക്കി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ആദാമിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെട്ട ഒരു കാര്യമല്ല. അവിടെയാണ് അവൻ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചത്. ദൈവം പറയുന്നതിന് വിരുദ്ധമായി കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ അത് ചെയ്യുവാനുള്ളതായിരിക്കുന്ന ന്യായം എനിക്ക് വേണം എന്നവൻ ചിന്തിച്ചു. അപ്പോ ദൈവത്തെ ആധാരമാക്കി ജീവിക്കുക എന്നുള്ളതിന് ടെക്നിക്കലായിട്ട് പറയുന്നത് അവനൊരു ആക്സിയോപിസ്റ്റ് ആയിരുന്നു. ആക്സിയോപിസ്റ്റ്, അതായത് ഒരു വണ്ടിയുടെ വീൽ ഒരു ആക്സിൽ എടുത്തിട്ട് മുറുക്കി ആ വണ്ടി ഓടുന്നിടത്തേക്ക് ആ വീലും പോകും. എവിടെയാണോ സ്റ്റിയറിംഗ് എങ്ങോട്ട് തിരിക്കുന്നു അങ്ങോട്ട് ആ വീൽ തിരിക്കും. വീലല്ല നിശ്ചയിക്കുന്നത് എങ്ങോട്ട് പോകണം, എങ്ങോട്ട് തിരിയണം, എന്ത് സ്പീഡിൽ പോകണം, എപ്പോ നിൽക്കണം, അതൊന്നും വീലല്ല നിശ്ചയിക്കുന്നത്. വീല് ഡ്രൈവറുടെ ഇംഗിതം അനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്തത്. ആ വീലിനെ പറ്റി പറയുമ്പോൾ അത് ഒരു ആക്സിയോപിസ്റ്റിക് വീലായിരുന്നു. ഒരു ആക്സിൽ ഇട്ട് മുറുക്കി ഓടുന്ന ഒന്ന്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതും അങ്ങനെ തന്നെയാണ്. ദൈവമാകുന്ന ആക്സിലിൽ അവൻ കിടന്നുകൊണ്ട് പ്രവർത്തിക്കണം. ദൈവം ഇച്ഛിക്കുന്നിടത്തേക്ക് പോകണം, ദൈവം ഇച്ഛിക്കുന്നത് ചെയ്യണം. എന്നാൽ മനുഷ്യൻ എന്താ തീരുമാനിച്ചത്? എനിക്ക് ആക്സിയോപിസ്റ്റ് ആയിരിക്കേണ്ട, അതിന് പകരം എനിക്ക് ഓട്ടോപിസ്റ്റ് ആയിരിക്കണം. ഓട്ടോമാറ്റിക്കലി ഞാൻ തന്നെ നിശ്ചയിക്കുക എവിടേക്ക് പോകണം, എവിടേക്ക് പോകരുത്, എന്ത് തിന്നണം, എന്ത് തിന്നരുത്, എന്ത് പറയണം, എന്ത് പറയരുത്, ഇതെല്ലാം ഞാൻ തന്നെ നിശ്ചയിക്കാം. സാത്താൻ മനുഷ്യനോട് പറഞ്ഞ എന്താണ്? തിന്നുന്ന നാളിൽ ദൈവത്തെ പോലെ ആയി തീരുമെന്നാണ്. തിന്നു കഴിഞ്ഞ ശേഷം ദൈവം എന്താണ് ആദമഹവ്വമാരെ പറഞ്ഞ? ഇപ്പോൾ മനുഷ്യൻ നമ്മിൽ ഒരാളെ പോലെ നന്മയും തിന്മയും അറിയുവാൻ തക്കവണ്ണം ആയി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം നന്മയും തിന്മയും അറിയുന്നത് ആക്സിയോപിസ്റ്റ് ആയിട്ട് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ദൈവം സ്വയമാണ് കാര്യങ്ങൾ അറിയുന്നത്. വേറെ ആരിൽ നിന്നും ദൈവം പഠിക്കുന്നില്ല, ആരോടും ചോദിക്കുന്നില്ല,
ആരിൽ നിന്ന് വിശദീകരണം തേടുന്നില്ല. റോസപ്പൂ അതിന്റെ റോസ് കളറാണെന്ന് ദൈവം അറിയുന്നത് അങ്ങനെ റോസിനെ സൃഷ്ടിക്കാൻ ദൈവം തീരുമാനിച്ചത് കൊണ്ടാണ്. അല്ലാതെ ഗബ്രിയേൽ ദൂതൻ വന്ന് പറഞ്ഞു, ദൈവമേ അറിയാൻ ഒരു കാര്യം, ഞാൻ ഇന്നലെ റോസപ്പൂ കണ്ടു, അതിന്റെ നിറം റോസാണ്. ഓ അങ്ങനെയാണോ, അത് ശരി, അപ്പൊ റോസപ്പൂവിന് നിറം റോസാണ്. അങ്ങനെയല്ല ദൈവം കാര്യങ്ങൾ അറിയുന്നത്. റോസയ്ക്ക് മുള്ളുണ്ടെന്ന ദൈവം അറിയുന്നത് ദൈവം മുള്ളുള്ള റോസ സൃഷ്ടിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ്. എന്നാൽ മനുഷ്യൻ അങ്ങനെ ജീവിക്കാനായിട്ട് താല്പര്യമില്ല. അവന് ഓട്ടോപിസ്റ്റായിട്ട് ജീവിക്കണം. പക്ഷെ ദൈവം പറഞ്ഞു അങ്ങനെയല്ല, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രസ്താവനകളെ മുഖവിലിക്കെടുത്തുകൊണ്ട് അതിന് പ്രകാരം ജീവിക്കുന്നതിനാണ്. ദൈവം അങ്ങനെയാണ് അത് മനുഷ്യനെ കുറിച്ച് ആഗ്രഹിച്ചത്. പക്ഷെ മനുഷ്യൻ ഓട്ടോപിസ്റ്റായി ആക്സിയോപിസ്റ്റായി ജീവിക്കുവാൻ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഓട്ടോപിസ്റ്റായി മാറി. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഈ തോട്ടത്തിൽ അങ്ങനെ രണ്ട് ഓട്ടോപിസ്റ്റുകൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. എന്റെ അധികാരപരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു വിശ്വസിച്ച് ജീവിക്കുന്നെങ്കിൽ മാത്രമേ ഈ തോട്ടത്തിൽ സാധിക്കൂ. അതുകൊണ്ട് മനുഷ്യനെ പുറത്താക്കി. ദൈവവുമായുള്ള മനുഷ്യന്റെ ബന്ധം നഷ്ടപ്പെട്ടു. പാപം ചെയ്തത് മുതൽ മനുഷ്യൻ ഇങ്ങനെ ഒരു ഓട്ടോപിസ്റ്റായിട്ട് ജീവിക്കുകയാണ്. കൊച്ചു പിള്ളേരോട് പോലും 9 മണിയായി മോനെ പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞാൽ എന്നോട് പറയണ്ട, എനിക്കറിയാം എപ്പോഴാണ് ഉറങ്ങേണ്ടത് എന്നാ അവന്റെ ഉത്തരം. എടാ അതേ തുടർന്ന് കൈകൊണ്ടെന്ന് പറഞ്ഞാൽ അതെന്നോട് പറയേണ്ട കാര്യമുണ്ടോ, എനിക്കറിയില്ലേ എന്നാണ്. എന്ന് പറഞ്ഞാൽ അപ്പൻ പറഞ്ഞ് സമ്മതിക്കാനൊന്നും അവനിഷ്ടമില്ല. ഭർത്താവ് പറഞ്ഞനുസരിക്കാൻ ഭാര്യയ്ക്കും ഇഷ്ടമില്ല. അത് മനുഷ്യന്റെ പാപത്തിന്റെ ഫലമായിട്ടുണ്ടായതായിരിക്കുന്ന ഒന്നാണ്. ഇന്ന് വരെയും മനുഷ്യൻ ഫേസ് ചെയ്യുന്നതായിരിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ദൈവം തന്റെ ഇഷ്ടം എന്താണെന്ന് നമ്മോട് തന്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ജീവിക്കുകയാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നാം എന്താണ്, എനിക്ക് ബോധ്യമായ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും, എനിക്ക് ബോധ്യമായതുപോലെ ഞാൻ ചെയ്യും, എന്നോട് ദൈവം പറഞ്ഞാലും ആര് പറഞ്ഞാലും ഞാൻ കേൾക്കുകയില്ല. അങ്ങനെയാണ് മനുഷ്യൻ എന്ന് ചിന്തിക്കുന്നത്. വളരെ ആപൽകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ ഒരാക്സിലിൽ കിടന്ന് കറങ്ങുന്നത് പോലെ ദൈവത്തിന്റെ ഹിതത്തിൽ കിടന്ന് കറങ്ങുവാനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഇപ്പോൾ ഓട്ടോപിസ്റ്റായി തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് സ്വന്തം ഇഷ്ടപ്രകാരം പോവുകയാണ്. ആ ജീവിതശൈലി അത് ആണ് പാപം എന്ന് പറയുന്നത്. അത് വളരെ ആവൽകരമായിരിക്കുന്ന ഒന്നാണെന്ന് നമുക്കറിയാം. ആക്സിൽ നിന്നും വീല് ഊരി മാറിയാൽ പിന്നെ എന്താണ്, ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ആക്സിൽ നിന്നും വീല് അത് ഇളകി മാറിയാൽ ആ വീല് പിന്നെ ഇഷ്ടമുള്ളിടത്തേക്ക് തനിയെ ഓടാനായിട്ട് തുടങ്ങും. അതൊരു കയറ്റത്താണ് കയറുന്നെങ്കിൽ ആ വീല് തിരിച്ചോടും. വണ്ടി മുന്നോട്ട് പോകുമ്പോൾ വീല് പോകില്ല. കാരണം വീലിന് ഇഷ്ടം കയറ്റം കയറാനല്ല, ഇറക്കം ഇറങ്ങാനാണ്. അതങ്ങനെ ഉരുണ്ട് 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 വല്ല മരത്തിനും ചെന്ന് ഇടിച്ച് വീണ് അല്ലെങ്കിൽ വല്ല പാടത്തും പോയി കിടക്കും. അതാണ് മനുഷ്യന് സംഭവിച്ചത്. ദൈവത്തോടു കൂടെ ഇരിക്കുവാനും ചലിക്കുവാനും സൃഷ്ടിക്കപ്പെട്ടതായിരിക്കുന്ന മനുഷ്യൻ തന്റെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ അതിന് വരുന്നതായിരിക്കുന്ന പരിണിത ഫലങ്ങൾ മനുഷ്യൻ അനുഭവിക്കുകയും അതിന് ദൈവത്തെ കുറ്റം പറയുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പാപം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹിതം അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുക, ദൈവത്തിന്റെ സ്വഭാവത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുക, ദൈവത്തിന്റെ വചനത്തിനെതിരെ പ്രവർത്തിക്കുക, ഇതെല്ലാം പാപമാണ്. മനുഷ്യൻ അങ്ങനെ ഒരു പാപിയായിട്ട് തീർന്നു. ആക്സിയോപിസ്റ്റായി ജീവിക്കുവാൻ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഇന്ന് ഒരു ഓട്ടോപിസ്റ്റായി ജീവിക്കുന്നത് കാണുമ്പോൾ വളരെ സങ്കടം തോന്നാറുണ്ട്. കാരണം അവന്റെ ജീവിതത്തിന് ലക്ഷ്യമില്ല. അവനെ ദൈവം ആക്കി വെച്ച സ്ഥാനത്ത് നിന്ന് അവൻ വ്യതിചലിച്ചു. അവൻ ആപത്തിലേക്കാണ് പോകുന്നത്, നാശത്തിലേക്കാണ് പോകുന്നത്. ദൈവത്തിന്റെ അടുക്കലേക്ക് അവൻ തിരികെ വന്നിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. ഈ പാപത്തിന് പല വശങ്ങളുണ്ട്. ഒന്ന് അവിശ്വാസം, രണ്ട് അനുസരണക്കേട്. ഇവയാണ് മൂലകാരണങ്ങളായിരിക്കുന്നത്. പാപത്തെ വിശാല അർത്ഥത്തിൽ ചിന്തിച്ചാൽ ദൈവത്തിന്റെ സ്വഭാവത്തിനും ദൈവത്തിന്റെ ഹിതത്തിനും എതിരായുള്ളതെല്ലാം ചിന്തകളും എല്ലാ പ്രവൃത്തികളും പാപമാണ്. ഞാൻ ആവർത്തിക്കട്ടെ, ദൈവത്തിന്റെ സ്വഭാവത്തിനും ദൈവത്തിന്റെ ഹിതത്തിനും എതിരായുള്ള എല്ലാ ചിന്തകളും പ്രവൃത്തികളും പാപമാണ്. കർത്താവ് പറഞ്ഞു, മനുഷ്യന്റെ ഹൃദയത്തിൽ തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, കൊലപാതകം ഇങ്ങനെയുള്ളതെല്ലാം വരുന്നു. കണ്ടല്ലേ, ചിന്തകളാണ്. അതെല്ലാം ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. അത് പിന്നെ പ്രവൃത്തികളായി മാറുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ സ്വഭാവത്തിൽ നിൽക്കാത്ത ദൈവ സ്നേഹമാണ്, അതുകൊണ്ട് പക പാപമാണ്. ദൈവം സത്യസന്ധനാണ്, അതുകൊണ്ട് കള്ളവ് വ്യാജം അത് പാപമാണ്. ദൈവം നീതിമാനാണ്, നീതിയെല്ലാം പാപമാണ്. ദൈവം വിശുദ്ധനാണ്, അശുദ്ധിയെല്ലാം പാപമാണ്. അതുപോലെ ദൈവത്തിന്റെ കൽപ്പനകൾക്കെതിരെ ദൈവം മനുഷ്യന് 10 കൽപ്പനകൾ തന്നു, അത് ലംഘിക്കുന്നത് പാപമാണ്. ചെയ്യരുത് എന്നും ചെയ്യണമെന്നും പറഞ്ഞിട്ടുള്ള അനേക കാര്യങ്ങളുണ്ട്.
അത് ചെയ്യാതിരിക്കുവാനും ചെയ്യുവാനും ഉള്ളതായിരിക്കുന്ന ഉത്തരവാദിത്വമാണ് മനുഷ്യനുള്ളത്. എന്നാൽ മനുഷ്യൻ അങ്ങനെ ജീവിക്കുവാനായിട്ട് അവൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ഇവിടെയുള്ള ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെ ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാം എന്നാണ്. അത് മനുഷ്യന് ആത്മാർത്ഥമായുള്ള ചിന്തയാണ്. അവന് അവന് മനസ്സിലായി, ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, എനിക്കിഷ്ടമുള്ളിടത്തേക്കാണ് ഞാൻ പോകുന്നത്, അത് ആവൽക്കരമായിരിക്കുന്ന ഒരു വഴിയിലാണ് ഞാൻ ഇന്ന് സഞ്ചരിക്കുന്നത്. പക്ഷെ എനിക്ക് ദൈവവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു ആക്സിയോമിസ്റ്റ് ആയിട്ട് ജീവിക്കാനായിട്ട് താല്പര്യമുണ്ട്. എങ്ങനെ ദൈവത്തിന്റെ ആക്ഷനിൽ ഞാൻ വീണ്ടും അത് കടന്നു എന്ന് അവിടെ ടൈറ്റ് ചെയ്ത് ദൈവം പോകുന്നിടത്ത് ഞാനും പോകും, അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് എനിക്ക് എങ്ങനെ വരാം എന്ന് മനുഷ്യന് ചിന്തിക്കുന്നു. ലോകത്തിലുള്ള മതങ്ങളെല്ലാം എന്താ ചെയ്യുന്നത്? ഈ മതങ്ങളെല്ലാം ചെയ്യുന്നത് ഈ തെറ്റായ വഴിയിൽ പോകുന്നതായിരിക്കുന്ന മനുഷ്യനെ എങ്ങനെയെങ്കിലും ദൈവത്തോട് ബന്ധപ്പെടുത്തുവാൻ അവർ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതിനവർ പല മാർഗങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് മതഭക്തി വളരെ വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ്. ഏത് മതമെടുത്താലും, ഹിന്ദു മതമെടുത്താലും, ഇസ്ലാം മതമെടുത്താലും, ക്രിസ്തു മതമെടുത്താലും, മറ്റേത് മതങ്ങളെടുത്താലും ആ മതത്തിലെ അംഗങ്ങള് അവർ ഭക്തി വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട്. അവരെ പുണ്യസ്ഥലങ്ങളിൽ പോകുന്നതായാലും പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നതായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ മനുഷ്യനെ വളരെയധികം താല്പര്യം വർദ്ധിച്ചിട്ടുണ്ട്. പാപം ഒരു വശത്ത് കൂമ്പാരമായിട്ട് കുന്നുകൂടുമ്പോ മനുഷ്യന്റെ ഭക്തിയും വർദ്ധിച്ചു വരുന്നുണ്ട്. പക്ഷെ മനുഷ്യൻ ശരിയാകുന്നില്ല. മനുഷ്യൻ ഇന്നും പാപിയായിട്ട് തന്നെ ഇരിക്കുന്നു. 3 പരിഹാര മാർഗങ്ങളാണ് മനുഷ്യന്റെ പ്രശ്നത്തിന് മനുഷ്യൻ കണ്ടിട്ടുള്ളത്. ഒന്നിന് ഭക്തിമാർഗം എന്ന് പറയും, മറ്റേതിന് ജ്ഞാനമാർഗം എന്ന് പറയും, മൂന്നാമത്തേതിന് കർമ്മമാർഗം എന്ന് പറയും. ഓരോ മതവും അനുശാസിക്കുന്ന ഭക്തിമാർഗങ്ങൾ ചെയ്യുക. പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ ദാനധർമ്മം ചെയ്യുക, ഉപവസിക്കുന്നെങ്കിൽ ഉപവസിക്കുക, പുണ്യസ്ഥലങ്ങളിൽ പോകണമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഭക്തിമാർഗമായിട്ട് മതം അനുശാസിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. ദൈവത്തെക്കുറിച്ചും ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ചും അവര് പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ മനുഷ്യൻ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നു. ലോകത്തുള്ള ഏത് മതസ്ഥരും ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായാലും ആ മതത്തിൻ്റെതായിരിക്കുന്ന ഒരു ഭക്തിമാർഗമുണ്ട്. ആ മാർഗത്തെ സ്വീകരിക്കുന്നവരാണ്. ഏത് മതത്തിലും ഭക്തന്മാരുണ്ടെന്നുള്ള കാര്യം ശരിയാണ്. എങ്കിലും ഭക്തിയോടെ ജീവിക്കണം എന്ന് വിചാരിക്കുന്ന കുറെ ആളുകളുണ്ട്. പക്ഷെ അവരുടെ ജീവിതത്തിൽ അവരുടെ പാപപ്രശ്നത്തിന് പരിഹാരമൊന്നും വരുന്നില്ല. അവര് ആ വിഷയത്തിൽ പരാജിതരും നിരാശിതരുമാണ്. അത് ശരിയായൊരു മാർഗമല്ലെന്ന് ബോധ്യമായതുകൊണ്ടാകാൻ ചില ആളുകൾ ജ്ഞാനമാർഗത്തിലേക്ക് പോകുന്നു. അജ്ഞതയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് പറയാറുണ്ട്. ഇഗ്നറൻസ് ഈസ് എ ബേസിക് കോസ് ഓഫ് ഓൾ പ്രോബ്ലംസ്. അജ്ഞത വലിയ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് ജ്ഞാനം വർദ്ധിപ്പിക്കുക. എങ്ങനെയാണ്? വേദങ്ങൾ പഠിക്കുക, വേദഗ്രന്ഥങ്ങൾ പഠിക്കുക, മനുഷ്യന് അറിവ് എല്ലാ മേഖലകളിലും ഉണ്ടാവുക. പക്ഷെ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ളതായിരിക്കുന്ന രാജ്യങ്ങളെ നോക്കൂ. അമേരിക്ക മുതലായിരിക്കുന്ന രാജ്യങ്ങള്, അവിടെയുള്ള മനുഷ്യന് പാപത്തിന് വല്ല കുറവുണ്ടോ? അവരുടെ ജ്ഞാനം, അവരുടെ അറിവ് അവരെ നല്ലവരാക്കിയോ? ഒരിക്കലും അവരെ നല്ലവരാക്കിയില്ല. കാരണം ജ്ഞാനമാർഗം എന്ന് പറയുന്നത് അത് മനുഷ്യ ആധാരമായിരിക്കുന്ന ഒന്നാണ്. മനുഷ്യൻ തന്റെ സ്വന്തം ബുദ്ധിയിൽ കണ്ടെത്തുന്ന കാര്യങ്ങളാണല്ലോ. അത് ഒരിക്കലും മനുഷ്യന്റെ പ്രശ്നത്തിന് പരിഹാരമല്ല. അതുകൊണ്ട് മൂന്നാമത് ഒന്നാണ് കൂടുതൽ ആളുകൾ, അത് കർമ്മമാർഗമാണ്. ഓരോ മതത്തിനും അതിൻ്റെതായിരിക്കുന്ന കൂതാശകളും കർമ്മങ്ങളും പ്രവൃത്തികളും ഉണ്ട്. ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ ചെയ്യേണ്ടതായിരിക്കുന്ന അനേക കർമ്മങ്ങളുണ്ട്, മത അനുഷ്ഠാനങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. അതെല്ലാം മനുഷ്യൻ ഭക്തിയോടെ ചെയ്യുന്നു. പക്ഷേ അവന്റെ പ്രശ്നത്തിന് പരിഹാരമില്ല. മനുഷ്യൻ പാപിയായി തന്നെ നിൽക്കുന്നു. മനുഷ്യരെ നേർച്ചകൾ നേരുന്നു, യാഗങ്ങൾ ചെയ്യുന്നു, കാഴ്ചകള്, ഉപവാസങ്ങൾ മല കയറുന്നു, പൂജകൾ അർപ്പിക്കുന്നു, പ്രാർത്ഥന, ഉപവാസം, പള്ളിയിൽ പോകുന്നു. അവനവന്റെ ഓരോരോ മതവും അനുശാസിക്കുന്നതായിരിക്കുന്ന കർമാദികൾ വളരെ വിശ്വസ്തമായി ചെയ്യുന്നു. പക്ഷേ ഓരോ ആഴ്ചയും അവൻ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഓരോ ദിവസവും അവൻ പറയുന്നത് എന്താണ്? പാപിയായി എന്നോട് കരുണ തോന്നണമെന്നാണ്. മരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞും ആളുകളെ പറയുന്നത് എന്താണ്? ഈ ആത്മാവിനോട് കരുണ തോന്നണമെന്നാണ്. കാരണം അവന്റെ കർമാദികൾക്കൊന്നും അവനെ വീണ്ടെടുക്കുവാനും അവന്റെ പ്രശ്നം പരിഹരിക്കുവാനും കഴിയില്ല. അതുകൊണ്ട് അവസാനമായിട്ട് മനുഷ്യൻ പറയുന്നത്, ഇനി ദൈവത്തിന്റെ കരുണ കൊണ്ട് വല്ലതും സാധിക്കുമെങ്കിൽ അങ്ങനെ സാധിക്കട്ടെ എന്നാണ്. അപ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടിസ്ഥാനമായിരിക്കുന്ന ഈ പ്രശ്നങ്ങള് ഇന്നും അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മനുഷ്യന്റെ സൃഷ്ടിയും മനുഷ്യന്റെ വീഴ്ചയും
മൂന്നാമത് മനുഷ്യചരിത്രത്തിലെ അതിപ്രധാനമായിരിക്കുന്ന വാക്കെന്ന് പറയുന്നത് പാപപ്രശ്നത്തിന് പരിഹാരം കാണുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ദൈവം നൽകിയിട്ടുള്ള മാർഗത്തിനാണ് വീണ്ടെടുപ്പിന്റെ മാർഗം എന്ന് പറയുന്നത്. അപ്പൊ മൂന്നാമത്തെ അതിപ്രധാന വാക്കെന്ന് പറയുന്നത് വീണ്ടെടുപ്പ് എന്ന വാക്കാണ്. വീണ്ടെടുപ്പ് എന്ന വാക്കിന്റെ അർത്ഥം നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ച് അവകാശപ്പെടുക, ടു ക്ലെയിം ഇറ്റ് ബാക്ക്, ടു ഗെറ്റ് ഇറ്റ് ബാക്ക്. നഷ്ടപ്പെട്ടു പോയതിനെ, ഒരാൾ ആധാരം ബാങ്കിൽ വെച്ച് ലോൺ എടുത്തു, ആ ആധാരം തിരിച്ചു കിട്ടണമെങ്കിൽ ലോൺ അടയ്ക്കണം. അവർ പറയുന്ന കാശും പലിശയും കൊടുത്തെങ്കിലും അപ്പോ പറയും ഞാൻ റെഡീംഡ് മൈ ഡോക്യുമെന്റ് എന്ന് പറയും, എന്റെ വസ്തുവിന്റെ ആധാരങ്ങൾ ഞാൻ വീണ്ടെടുത്തു. അതുപോലെയാണ് ദൈവത്തിൽ നിന്നും മനുഷ്യൻ അകന്നുപോയി, അവൻ നഷ്ടപ്പെട്ടു പോയി. അവനെ വീണ്ടെടുക്കണമെങ്കിൽ ദൈവത്തിന് മാത്രമേ കഴിയൂ. ആധാരത്തെ വീണ്ടെടുക്കുവാൻ കഴിയില്ലെന്ന് പറഞ്ഞ പോലെ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കഴിയില്ല. ആധാരത്തിന്റെ ഉടമയ്ക്ക് മാത്രം വീണ്ടെടുക്കുവാൻ കഴിയും. എന്നാൽ ആ ഉടമയ്ക്കാകട്ടെ വീണ്ടെടുക്കുവാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ ആധാരം നഷ്ടപ്പെട്ടത് തന്നെ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കരുണ കാണിച്ച് ആധാരം വീണ്ടെടുത്ത് കൊടുക്കേണ്ടത് ആവശ്യമാണ്. മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കഴിയുകയില്ല. അവൻ അടിസ്ഥാനപരമായി പാപിയാണ്. ദൈവവുമായി അവന് സംസർഗമില്ല. ദൈവം അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അവന് പാപിയായതുകൊണ്ട് നീതിമാനായ ദൈവവുമായി അവന് യാതൊരു സംസർഗത്തിനും അവകാശമില്ല. എന്നാൽ സൃഷ്ടാവായിരിക്കുന്ന ദൈവം സ്നേഹമുള്ളവനാണ്. സ്നേഹമുള്ള ദൈവത്തിന് തന്റെ സൃഷ്ടിയെ നിത്യനരകത്തിലേക്ക് തള്ളിക്കളയുവാൻ ഒട്ടും ഇഷ്ടമില്ല. പാപത്തിന്റെ ശമ്പളം മരണമാണെങ്കിലും ആ മരണം അവന് കൊടുക്കുവാനായിട്ട് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. കാരണം ദൈവം സ്നേഹവാനാണ്. എന്നാൽ അതിന് മറുവശമുണ്ട്. ദൈവം സ്നേഹവാനായിരിക്കുമ്പോൾ തന്നെ ദൈവം നീതിമാനാണ്. നീതിമാനായ ഒരു ദൈവത്തിന് പാപിയായ മനുഷ്യന്റെ പാപത്തെ കണ്ടില്ല എന്ന് നടിക്കുവാനായിട്ട് സാധ്യമല്ല. അങ്ങനെ ചെയ്താൽ അവൻ അനീതിയുള്ളവനായി വരും. നീതിമാനായ ഒരു ജഡ്ജിന്റെ മുൻപിൽ തന്റെ സ്വന്തം മകനെ ഒരു മോഷണ കുറ്റത്തിനോ മറ്റേതെങ്കിലും കുറ്റത്തിനോ ഹാജരാക്കിയാൽ എന്റെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിന് അവനെ വെറുതെ വിടാനൊക്കെയില്ല. അങ്ങനെ വെറുതെ വിട്ടാൽ ആ പിതാവ് നീതിപീഠത്തിലിരിക്കുവാൻ യോഗ്യനല്ല. ആളുകൾ എന്ത് പറയും? അനീതിയുള്ള ന്യായാധിപതിയാണ്, അവൻ നീതി പുലർത്തുന്നവനല്ല. അവന്റെ മകൻ വന്നപ്പോ അവൻ വെറുതെ വിട്ടു. അന്യനാണെങ്കിൽ അവൻ ശിക്ഷിക്കും. അത് സാധിക്കില്ല. അപ്പൊ ദൈവം ചെയ്തു. ദൈവം സ്നേഹത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തോട് മറുതലിപ്പ് കാണിച്ചു, ദൈവത്തോട് പുറം കാട്ടി, ദൈവത്തിന്റെ തോട്ടത്തിൽ നിഷ്കാസിതനായി. ദൈവമായുള്ളവന്റെ ബന്ധം എന്നേക്കുമായി നഷ്ടപ്പെട്ടു. എന്നാൽ സ്നേഹമുള്ള ദൈവത്തിന് ഒരിക്കലും മനുഷ്യനെ അങ്ങനെ തള്ളിക്കളയുവാൻ അത് ഇഷ്ടമില്ല. ദൈവം അങ്ങനെ ചെയ്യുവാനായി താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ദൈവം നീതിമാനാണ്. അതുകൊണ്ട് മനുഷ്യന്റെ പാപം കണ്ടില്ല എന്ന് നടിക്കുവാനും ദൈവത്തിന് സാധ്യമല്ല. ദൈവം മനുഷ്യനെ വീണ്ടെടുക്കണമെങ്കിൽ ഒരേ സമയത്ത് ദൈവത്തിന്റെ നീതിയെയും ദൈവത്തിന്റെ സ്നേഹത്തെയും നിവർത്തിച്ചെങ്കിലേ സാധിക്കും. ഒരേ സമയത്ത് അവൻ നീതിയെ നിവർത്തിക്കണം, അതേ സമയത്ത് തന്നെ അതിന്റെ സ്നേഹത്തെയും അവൻ കാണിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ചെയ്തത് അത് തന്നെയാണ്. വലിയവനായ ദൈവം, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം മനുഷ്യനോട് കരുണ കാണിച്ച് മനുഷ്യനെ വീണ്ടെടുക്കുവാനായിട്ടൊരു മാർഗം ദൈവം ഒരുക്കി. നീതിമാനായ ദൈവത്തിന്റെ നീതിയെ തൃപ്തിപ്പെടുത്താതെ ആ മാർഗത്തെ നടപ്പാക്കുവാൻ തക്കൊന്നും കഴിയുകയില്ല. അതുകൊണ്ട് സ്നേഹമായ ദൈവത്തിന് തന്റെ സൃഷ്ടിയായ മനുഷ്യനെ മരണത്തിന് ഏൽപ്പിക്കുവാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് അതേസമയം തന്നെ ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ സ്നേഹവും ഒരുപോലെ നിവർത്തിയായെങ്കിൽ മാത്രമേ മനുഷ്യനെ രക്ഷിക്കാനാവൂ. ദൈവം പാപമോചനത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന അലംഘനീയമായ ഒരു പ്രമാണമാണ് രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപമോചനമില്ല. രക്തച്ചൊരിച്ചിൽ കൂടാതെ എന്ന് പറഞ്ഞാൽ പാപിയായ മനുഷ്യൻ മരിക്കണം. ഒരു മനുഷ്യൻ മരിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ ജീവൻ അവനിൽ നിന്നും പോയി. അതിന് വ്യക്തമായിരിക്കുന്ന ഒരു തെളിവാണ്. ആണല്ലോ സർജറി മറ്റും ചെയ്യുന്നതായിരിക്കുന്ന സമയങ്ങളിൽ എപ്പോഴും രക്തത്തിന്റെ ഗ്രൂപ്പ് കുറഞ്ഞിട്ട് 4 കുപ്പി രക്തം കരുതിയിരിക്കണം. കാരണം ഏതെങ്കിലും കാരണവശാൽ ഓപ്പറേഷന്റെ സമയത്ത് രക്തസ്രാവം ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ മരിക്കുവാനുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ട്. ജീവൻ രക്തത്തിലാണ്. അതുകൊണ്ട് ജീവൻ നൽകുന്നതിന് പകരം രക്തം നൽകുക എന്നുള്ളതായിരിക്കും ഒരു പ്രമാണം. അതുകൊണ്ടാണ് ഈ പഴയ നിയമത്തിലെ യാഗങ്ങളെല്ലാം തന്നെ യാഗജന്തുവിനെ പാപം ചെയ്തതായിരിക്കുന്ന മനുഷ്യനെ പകരമായിട്ട് അറുത്ത് കൊന്നതിന്റെ രക്തം ഒഴുക്കി അത് മരിച്ചുവെന്ന് ഉറപ്പ് വരുത്തുന്നത്. ആദവുമായി പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും ഓടി അകന്നപ്പോൾ അവരെ ദൈവമുൻപാകെ നിർത്തുവാൻ ദൈവം ചെയ്തതെന്താണ്? ഒരു മൃഗത്തെ കൊന്ന് അതിന് തോൽ കൊണ്ട് ആദവുമായി ഉടിപ്പിച്ചു. കൊല്ലപ്പെട്ട മൃഗത്തിന്റെ രക്തം ആദമിന്റെ പാപപരിഹാരത്തിനായി കൊല്ലപ്പെട്ടു. അങ്ങനെ രക്തം ചിന്തിയാണ് ദൈവത്തിന്റെ മുൻപിൽ ആദമിനെ നിർത്തുവാനായിട്ട് യോഗ്യനാക്കി തീർത്തത്. കൊല്ലപ്പെട്ട ജന്തുവിന്റെ തോലുകൊണ്ട് അവനെ ഉടുപ്പുണ്ടാക്കി അവരെ ധരിപ്പിച്ചു എന്നാണ്. പഴയ നിയമം പരിശോധിച്ചാൽ
ധാരാളം ബലികൾ കഴിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ബലികളെല്ലാം തന്നെ രക്തബലികളാണ്. പാപം ചെയ്ത ഒരു മനുഷ്യൻ താൻ ചെയ്ത പാപത്തിന്റെ മോചനത്തിനു വേണ്ടി ഒരു മൃഗത്തെ ദൈവാലയത്തിലേക്ക് കൊണ്ടുവരുന്നു. പുരോഹിതന്റെ അടുക്കൽ ആ മൃഗത്തെ കൊണ്ടുവന്നിട്ട് യാഗശാലയിൽ അതിനെ കിട്ടുന്നു. അതിനുശേഷം പാപം ചെയ്ത മനുഷ്യൻ തന്റെ കരങ്ങൾ മൃഗത്തിന്റെ മേൽ വെച്ച് തന്റെ പാപം ഏറ്റു പറയുന്നു. അങ്ങനെ തന്റെ പാപത്തിന്റെ പകരക്കാരനായിട്ട് ആ ജന്തു, എന്നിട്ട് അവൻ തന്നെ കത്തിയെടുത്ത് ആ ജന്തുവിനെ അറുത്തു കൊല്ലുന്നു. അങ്ങനെ അറുത്തു കൊല്ലുമ്പോൾ അവൻ എന്താണ് പറയുന്നത്? ഞാൻ ചെയ്ത പാപത്തിന് ഞാനാണ് ഇങ്ങനെ അറുക്കപ്പെടേണ്ടത്, എന്റെ രക്തമാണ് ഇങ്ങനെ ചൊരിയപ്പെടേണ്ടത്. എന്നാൽ ദൈവം വെച്ചതായിരിക്കുന്ന ഒരു കരുണയുടെ പ്രമാണപ്രകാരം എന്റെ പാപത്തിന് പകരമായി ജന്തുവിനെ ഞാൻ യാഗം കഴിക്കുന്നു. ദൈവം തൽക്കാലത്തേക്ക് അവന്റെ പാപത്തെ ഒന്ന് മറച്ചു കൊടുക്കുന്നു. സങ്കീർത്തനത്തിൽ പറയുന്നത് പാപം ക്ഷമിക്കുക അല്ലെങ്കിൽ പാപം മറക്കുക എന്നൊക്കെയാണ്. പരിപൂർണമായിരിക്കുന്ന ഒരു ക്ഷമ അതുകൊണ്ട് കിട്ടുകയില്ല. കാരണം ഒരു മനുഷ്യന്റെ പകരക്കാരനായിട്ട് ഒരു ജന്തുവിന് ഒരിക്കലും തീരാൻ സാധ്യമല്ല. എന്നാൽ അവൻ ചെയ്തതായിരിക്കുന്ന ഒരു പ്രവൃത്തിക്ക് പകരമായിട്ട് ഒരുപക്ഷെ ഒരു ജന്തുവിനെ നൽകുവാനായി കഴിയും. പക്ഷേ അവന്റെ വ്യക്തിത്വത്തിന് വേണ്ടി അത് കൊണ്ടുവരുവാനായിട്ട് കഴിയുകയില്ല. അപ്പോ ആ മൃഗത്തെ കൊണ്ടുവന്ന് യാഗം കഴിക്കുന്നത് വഴി ഒരു മനുഷ്യൻ തന്റെ പാപപ്രശ്നത്തിന് പരിഹാരം കാണുകയാണ് ചെയ്യുന്നത്, താൽക്കാലികമായ പരിഹാരം. കാരണം ഒരു മൃഗത്തിന് ഒരിക്കലും ഒരു മനുഷ്യന്റെ പകരം ആയിരിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട് ആ മൃഗത്തിന്റെ യാഗം കൊണ്ട് അവന്റെ പാപത്തെ മുഴുവനും ദൈവം ക്ഷമിച്ചു കൊടുക്കുന്നില്ല. ഒരു മനുഷ്യന് മാത്രമേ ഒരു മനുഷ്യന്റെ പാപത്തിന് പരിഹാരമാകുവാൻ കഴിയൂ. എന്നാൽ അതേസമയം തന്നെ പാപിയായ ഒരു മനുഷ്യന് പകരമായി മറ്റൊരു പാപിയായ മനുഷ്യൻ മരിച്ചാൽ എന്ത് പ്രയോജനമാണ്? യാതൊരു പ്രയോജനവുമില്ല. കാരണം ഓരോ മനുഷ്യനും പാപിയാണ്. പാപി ആയ മനുഷ്യൻ മരിക്കണം. അതുകൊണ്ട് ഒരു പാപിക്ക് പകരം മരിക്കേണ്ട വേറൊരു പാപി മരിച്ചാൽ ആ മരണം ഒരു പകരമരണമായിട്ട് സ്വീകരിക്കുവാനായിട്ട് കഴിയുകയില്ല. അങ്ങനെ പാപികൾക്ക് വേണ്ടി പ്രായശ്ചിത്തമാകുവാൻ പാപമില്ലാത്തതായിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് ആവശ്യം. പക്ഷെ അങ്ങനെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിലില്ല. ആദവുമാരെന്ന് ജനിച്ച എല്ലാവരും പാപികളായി തീർന്നു. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു എന്നാണ് റോമാലേഖനത്തിൽ നാം വായിക്കുന്നത്. എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തനും പോലും ഇല്ല. ദൈവത്തെ സത്യസന്ധമായി അന്വേഷിക്കുന്ന മനുഷ്യനില്ല. എല്ലാവരും ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അതുകൊണ്ട് മനുഷ്യവർഗത്തിൽ നിന്നും ഒരു മനുഷ്യനെ പകരക്കാരനായിട്ട് എടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു മനുഷ്യൻ അവിടെ ഇല്ല. കാരണം എല്ലാവരും പാപികളാണ്. അത് തന്നെയല്ല, ഇനിയും പാപമില്ലാത്ത ഒരു മനുഷ്യനെ കണ്ടെത്തിയാലും ലോകത്തുള്ള സകല മനുഷ്യർക്കും പകരക്കാരനായ മനുഷ്യൻ തീരുവാൻ കഴിയുകയില്ല. കാരണം ഒരു മനുഷ്യന്റെ മൂല്യം മാത്രമല്ലേ. അങ്ങനെ ആകുമ്പോൾ അത് ഒരു മനുഷ്യന് പകരം വേണമെങ്കിൽ വെക്കാമെന്നല്ലാതെ ലോകത്തുള്ള സകല മനുഷ്യർക്കും പകരമായിട്ട് വെക്കാനായിട്ട് സാധിക്കുമോ? സാധിക്കുകയില്ല. നമ്മളൊരു കടയിൽ ചെന്നിട്ട് 1 രൂപയുടെ ഒരു സാധനം വാങ്ങിച്ചാൽ 1 രൂപ നോട്ട് കൊടുത്താൽ മതി. എന്നാൽ 2 രൂപയുടെ സാധനം വാങ്ങിയിട്ട് 1 രൂപ നോട്ട് കൊടുത്താൽ കടക്കാരൻ പറയും ആയില്ല, 1 രൂപയുടെ തരാൻ പറയും. 50 രൂപയുടെ സാധനം വാങ്ങിയിട്ട് 100 രൂപ കൊടുത്താൽ കടക്കാരൻ 50 രൂപ തിരികെ വരും. കാരണം 100 രൂപയ്ക്ക് 100 രൂപയുടെ വിലയുണ്ട് എന്ന് പറയുന്ന പോലെ ഒരു മനുഷ്യന്റെ മരണത്തിന് വേറൊരു മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിഞ്ഞെന്ന് വന്നാലും അങ്ങനെ കഴിയുകയില്ല. കാരണം അവന് പാപമുള്ളവനാണ്. എന്നാൽ സകല മനുഷ്യരുടെയും പാപത്തെ രക്ഷിക്കണമെങ്കിൽ ലോകത്തുള്ള സകല മനുഷ്യരുടെയും മൂല്യത്തിന് തുല്യമായതോ അതിനേക്കാൾ വലുതുമായ മൂല്യമുള്ള പാപമില്ലാത്ത ഒരാള് ഈ മനുഷ്യന് വേണ്ടി മരിക്കുവാനായിട്ട് മുന്നോട്ട് വരേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ആരാണ് ഈ ലോകത്തുള്ളത്? എല്ലാവരും പാപം ചെയ്തു, ദൈവദേശം ഇല്ലാത്തവരായി തീർന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല എന്ന് ദൈവം തന്നെ പ്രഖ്യാപിച്ചിരിക്കെ ഇനി ദൈവം ഈ ലോകത്തിൽ ഏത് മനുഷ്യനെയാണ് മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായിട്ട് കാണുന്നത്? ഈ പ്രശ്നം പരിഹരിക്കുവാൻ ദൈവം താൻ തന്നെയാണ് വഴി കണ്ടെത്തിയത്. എന്താണ് ആ വഴി? മനുഷ്യന്റെ രക്ഷ. അതേക്കുറിച്ചാണ് ഈ ബൈബിളിൽ തുടർന്ന് പറയുന്നത്. കർത്താവ് ചോദിച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് ഈ സമയത്ത് തന്നെ ഈ വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കാം. അപ്പൊ ഇന്ന് നാം കണ്ടതായിരിക്കുന്ന പാഠങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. ദൈവം നമ്മെ സൃഷ്ടിച്ച വിശുദ്ധരായിട്ടാണ്, നീതിമാന്മാരായിട്ടാണ്, ശുദ്ധ മനസാക്ഷിയോടെയാണ്, ദൈവത്തിന്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനുമാണ്. എന്നേക്കും വാഴുവാനാണ് നമ്മെ സൃഷ്ടിച്ചത്. ദൈവം നമ്മെ ഏറ്റവും അനുഗ്രഹീതമായ അവസ്ഥയിലാണ് കൊണ്ടാക്കിയത്. പക്ഷെ നാം ആകട്ടെ എന്ത് ചെയ്തു? ദൈവത്തിന്റെ വാക്കുകളേക്കാൾ ദൈവത്തിന്റെ ശത്രുവായ സാത്താന്റെ വാക്കുകൾ വിശ്വസിച്ചതുകൊണ്ട് ഈ അവസ്ഥയിലായി തീർന്നു. ഒരാവശ്യവും ആദമിനുണ്ടായിരുന്നില്ല. ആദമിനറിയാം സാത്താൻ ആരാണ്, അവൻ സൃഷ്ടിയാണെന്നറിയാം. അപ്പൊ ഒരു സൃഷ്ടിയോടെ നീ ചാകുകയില്ലെന്ന് പറയുമ്പോ സൃഷ്ടാവ് പറയുന്നു ചാകൂ എന്ന് പറയുന്നു. ഏതിനെ വിശ്വസിക്കണം? സൃഷ്ടാവ് പറഞ്ഞ പ്രസ്താവനെ വിശ്വസിക്കണമോ വേറൊരു സൃഷ്ടി പറഞ്ഞ പ്രസ്താവനെ വിശ്വസിക്കണം?
ഇതാണ് ദൈവത്തെക്കാൾ കൂടുതൽ മനുഷ്യൻ വിശ്വസിക്കാനായിട്ട് തുടങ്ങിയതാണ് മനുഷ്യന്റെ പാപത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അത് ഭയങ്കരമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേട്ട പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ദൈവവുമായുള്ള ബന്ധത്തിൽ മരിച്ചവരായിട്ടിരിക്കുന്നുവോ അതോ സജീവ കൂട്ടായ്മയിലാണ്? നിങ്ങൾ ദൈവവുമായിട്ട് ഉള്ള കൂട്ടായ്മ ബന്ധം എന്താണ്? സ്നേഹത്തിന്റെ ഊഷ്മളമായ ബന്ധം, തമ്മിൽ സംസാരിക്കുന്ന, ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് ചെന്നിരുന്ന് ദൈവവുമായി കൂട്ടായ്മ അനുഭവിക്കുന്ന മനോഹരമായിരിക്കുന്ന ബന്ധമാണോ? അതോ പാപിയായ എന്നോട് കരുണ തോന്നണമേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്നൊരു ജീവിതകാലം മുഴുവൻ കരഞ്ഞ് പാപിയായി തന്നെ മരിക്കുന്ന ഒരു അവസ്ഥയാണ്. ചിന്തിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ക്ലാസുകൾക്ക് അനുഗ്രഹമായി ഞാൻ വിചാരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് കാണാം. അതുവരെയും ദൈവത്തിന്റെ എല്ലാ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.